അപ്പോൾ നമുക്ക് നീ കിട്ടിയതായിട്ട് ചൂണ്ടിയിട്ട് കുളത്തിൽ നിന്ന് പിടിക്കണം എന്ന് എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം 1 കിലോൻ്റെ മീതി ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. അതങ്ങനെ ഇട്ട് അങ്ങനെ അവിടെ ഇട്ട് അവിടെ ഇട്ട് നിലത്ത് ഇട്ടോ. സൂപ്പർ ബ്രാലാട്ടാ. അതിൻ്റെ ഉപ്പ് എടുക്കണം, അതാണ് പണി. പിന്നെ ശരിയാക്കണൊക്കെ കാണിക്കാട്ടാ. ഇനി കിട്ടുമോ നോക്കാം നമുക്ക്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 2 ബ്രാല് കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. ഇത് കുഞ്ഞനാട്ടോ. അപ്പൊ കുഞ്ഞനാണെങ്കിൽ ഇത് ഹർഡിയിരിക്കും എന്റെ അപ്പൂന്റെ എന്തോ കേട്ടോണ്ട് വന്നിട്ട് എന്നെ പിടിച്ചതാണ്. അതെ, അപ്പൂന്റെ ഇപ്പൊ പെട്ടെന്ന് ഒരു കുഞ്ഞന് അപ്പൂന്റെ പെട്ടെന്നിട്ടാ. അപ്പൊ നമുക്ക് ഇവനെ വെയിറ്റ് നോക്കാട്ടോ. നമുക്ക് ഇന്ന് കറി വെക്കണം. അപ്പൊ അതിന്റെ വെയിറ്റ് നോക്കാട്ടോ. കല്ലി കൊന്നുട്ടോ. അതെ, ഞാൻ കൊന്നെടുത്ത് 267 ഗ്രാമാണ്. 267 ഗ്രാമാണ് ഈ കുഞ്ഞൻ. ഇനി ഒരു വലിയ കുട്ടനുണ്ട് കേട്ടോ. അതിനെ നമുക്ക് എടുത്ത് പിടിച്ച് നോക്കാട്ടാ. അതെ, ആക്ഷൻ. നമ്മുടെ ഇന്നത്തെ മുതല് ജിംബ്രൂട്ടൻ. അതെ, കൊന്നിട്ടാണ് ജിംബ്രൂട്ടൻ എന്നൊക്കെ പേരുന്നത്. അത് പറ്റിയ കറി വെക്കാൻ വേണ്ടി അവനെ കൊന്നു കളഞ്ഞിട്ടോ. നല്ല നമുക്ക് തിന്നാൻ പറ്റില്ല. വൃത്തിയായിട്ട് നാറ്റൊക്കെ ചേച്ചി തന്നെണ്ടാ ഒന്ന്. പക്ഷേ കൊന്നേട്ടോ. കുറച്ചുകൂടി ചേച്ചി ചത്തിട്ടില്ല ശരിക്ക്. തല ഇങ്ങനെ തിരിച്ചേക്ക്. തല തിരിച്ചു വയ്ക്കാൻ ചത്തിട്ടില്ല. അപ്പൊ ഇത് എത്ര അടി? അപ്പൊ നമ്മുടെ ജിംബ്രൂട്ടൻ 1.5 കിലോ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ഡയറ്റ് ഒക്കെ ആയതുകൊണ്ട് വണ്ണം കുറഞ്ഞിട്ടാ. 1.300 ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് വണ്ണൊക്കെ കുറഞ്ഞു കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇന്നത്തേക്ക് റെഡി ആക്കണോണ്ട് അധികം ഒന്നും ക്ഷണിച്ചിട്ടില്ല. കുറച്ചുകൂടി കഴിയാൻ ഒന്നുകൂടി ക്ഷണിച്ചന്നെ. നമുക്ക് പിന്നെ റെഡിയാക്കാം. അതെ, ഇവനെ പോലത്തെ ഒരു പെണ്ണുണ്ട്. അവളെ നമ്മള് വെള്ളത്തിൽ ഇട്ടേക്കാണ് കേട്ടോ. അതെ, അപ്പൊ നമുക്ക് ഇവന്മാരെ റെഡിയാക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ബ്രാല് വിയറ്റ്നാം ബ്രാലാണ്. ഇത് വളർത്തു വളർത്തല്ലേ, മുറിച്ചിട്ടില്ലേ? ഇത് കിട്ടിയാട്ടോ നമുക്ക്. അതെ, നമ്മൾ പിടിച്ചത് ഇത് പിടിച്ചതാണ് ചൂണ്ടായിരുന്നു. ഒരെണ്ണം അവിടെ കിടക്കുന്നുണ്ട് ടാങ്കില്. അല്ലേ അങ്ങനെയല്ലേ? സംശയം പറയണേ. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതൊക്കെ വൃത്തിയാക്കി പോകണമെന്നുണ്ട്. അപ്പൂസും അമ്മൂസും കൂടിയിട്ട്. അമ്മൂസിന് ഇപ്പൊ ഇന്നലെ വന്നാണ് വന്നതാ. നാളെ പോവും. നമുക്ക് മുറിക്കില്ലേ അത്? വീട്ടിലല്ലോ. ഇതിങ്ങനെ ഒരു ഇതുണ്ടാവട്ടെ, ഒരു കൊഴുപ്പുമായി എപ്പോഴും ഇങ്ങനെ ചത്താലും ഇതിന്റെ മീനൊരു പ്രത്യേകത ബ്രാലിന്റെ. നമ്മളത് പിടിക്കാറ് ശരിക്കാണ്ട് ജീവൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചേരം ഉണ്ടാവും. അടി കിട്ടിയതാ നിനക്ക്. വായു കണ്ടിട്ട് ചത്താൻ വരികയാണ്. ഇവിടെ മുറിക്കുമ്പോഴാണ് അതിന്റെ അഭ്യാസമാണ്. ഒരാലും കടു അങ്ങനെയുള്ളതൊന്നും പെട്ടെന്ന് ചാവില്ല. ഇതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ചത്ത് കിട്ടൂട്ടാ. ഇവിടെ അമ്മ ചെയ്യുന്നിട്ടാ. ഓ, അതെ, ഇവിടെ ഇടയുണ്ട്.
പിന്നെ കൊല്ലം എല്ലാവർക്കും വിഷമാട്ടാ. അത് പിന്നെ 2 മാസമായി കൊണ്ടിട്ട് ഇട്ടിട്ട് അതെ. അതിന് തീറ്റ കൊടുക്കാനൊന്നും ഇല്ല. തീറ്റ കൊടുക്കാതെ എളുപ്പമില്ല. മറ്റവരാരാണെങ്കിൽ ലൈവ് ആയിട്ടുള്ളത് എടുക്കുള്ളൂ. നമുക്ക് ഒന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വെച്ചോണ്ടിരിക്കാനും പറ്റില്ല, കൊല്ലാനും ഇല്ല എന്ന് പറഞ്ഞ മാതിരി. ഇപ്പോൾ വളർത്താളെ ഇതൊന്നുമില്ല ഇവിടെ. ടാങ്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു വേപ്പിയുള്ള വെള്ളിട്ട് വെച്ചിട്ട് അപ്പോൾ എന്തായാലും ടാങ്ക് പണിയും. മനസ്സോടെ അടിക്കതാ. എന്തായാലും ടാങ്ക് പണിയും. മുറിക്കട്ടെന്നാ. അല്ല ടാങ്ക് പണിയില്ലേ? ടാങ്ക് പണിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനുള്ള സ്ഥലമില്ല, അതാണ് പ്രശ്നം. അവിടെ സെറ്റാകാം. മൂത്തില്ല എന്തായാലും ഉണ്ട്. മുട്ടയുണ്ടോ? മുട്ടയുണ്ട്. ആയി വരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിർത്താൻ പറ്റില്ല. അത് പറ്റും. അത് മുട്ട തന്നെയാണോ? മുട്ടന് മുട്ടയിടാൻ അല്ലായിരുന്നു. നമുക്ക് ഇക്കൊല്ലം അതിൽ ചൂണ്ടാനൊന്നും പോയിട്ടില്ല കേട്ടോ. അതെ, എല്ലാവരും പോവാറുണ്ട്. ഇക്കൊല്ലം എങ്ങോട്ട് ഇറങ്ങിയില്ല. ആ കിട്ടിയിട്ടുള്ളത് വളരെ 2 രാജില്ലേ. പിന്നെ മഴ പെയ്തില്ല. കൃത്യമായിട്ട് മഴ പെയ്യാണെങ്കിൽ പോയി കഴിഞ്ഞ് കിട്ടിയാൽ മഴ ഇനി ഉണ്ടാവുന്നൊന്നും അറിയില്ല. നമ്മൾ നോക്കിയാൽ റൗണ്ടായിട്ട് ഇങ്ങനെ സെറ്റാക്കണ കനം കുറച്ചിട്ട് ഇതിങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ടില്ല. പോളത്തിങ്ങനെ വരും കാണിക്കാതെ. അപ്പൊ നമുക്ക് അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടിപൊളി ബ്രാലിനെ കിട്ടിയിട്ടാ. 1.5 കിലോനും പിന്നെ എന്തോരാ പോവാ ചെറിയ മീൻ എന്തോരാ 250 അല്ലേ. അപ്പൊ വലിയ മീൻ 1.5 കിലോനും പിന്നെ ഒരു ചെറിയ മീൻ 250 നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോയില്. നന്നാക്കി കഴുകിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേണ്ട സാധനങ്ങൾ സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാം. നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കട്ടെ. ശേഷം കടുക് ഇട്ട് കൊടുക്കാം. അധികം കടുക് ഇടില്ല കേട്ടോ, കുറച്ച് കടുക് ഇട്ടുള്ളൂ. കടുകിൻ്റെ അധികം ടേസ്റ്റ് ഇഷ്ടമില്ല. മീൻ കറി ഇരിക്കില്ലേ, പൊട്ടട്ടെ. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് വേപ്പിൻ്റെ ഇല. സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അരിഞ്ഞിട്ടാണ് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. ഇത്തിരി കൂടി ആയതിനു ശേഷം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ.
ഇട്ട് കൊടുക്കാം. നമ്മളൊരു തേങ്ങയുടെ പാലാണ് എടുക്കണത് കേട്ടാ. നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പിഴിഞ്ഞെടുക്കണം. ഇതായി തുടങ്ങി. നമുക്ക് ഇനി ഇടുക്കി ഇഞ്ചി ഇട്ട് കൊടുക്കാം. സവാളയും വെളുത്തുള്ളി കഴിഞ്ഞ് വേണ്ടി വരെ നല്ല സ്മെല്ല് ചെയ്യുന്നത് കൂട്ടാൻ. മല്ലിപ്പൊടി എടുക്കാം കേട്ടാ. ഒരു 3 സ്പൂണ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. 4 കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചെറിയ ടീസ്പൂൺ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര മതിയമ്മേ. മതി. ഇത് നമ്മുടെ ഇഞ്ചി പച്ചമുളക് സവാളയൊക്കെ ഇത് അടിപൊളിയായി വഴറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ തീ ഓഫ് ആക്കിയായിരുന്നു. തീ വെച്ചെടുക്കണം കേട്ടോ. തക്കാളി ഇട്ടില്ലല്ലോ. തക്കാളി നമുക്ക് പച്ചയിലിടാനാ. ഓക്കെ. നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളകും മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടി. ഇത് നമ്മുടെ തക്കാളി ഒടുവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നന്നായി മൂത്ത് സെറ്റായിട്ടുണ്ട്. കളറൊക്കെ മാറിയതുണ്ടായി. കറണ്ട് പോയില്ലോ. നമുക്കിത് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുടംപുള്ളി ഇട്ട് വയ്ക്കണേ നമ്മൾ. കുടംപുള്ളി ഇതേ കുടംപുള്ളി ഇട്ട് കൊടുക്കാം. കുടംപുള്ളിയിലെ വെള്ളം പാകത്തിന് വെച്ചെടുക്കാം. ഇനി നമ്മുടെ ഫസ്റ്റ് പാലുണ്ട് കേട്ടോ. ഒന്നിച്ച് ഒഴിക്കുക. നന്നായി തിളച്ച് സെറ്റായതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. തിളക്കിട്ട് കരണ്ട് പോയിട്ടാ. അപ്പം നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള വെളിച്ചത്തിലാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കല്ലുപ്പിട്ടുണ്ടായിരുന്നില്ല. അതിൽ കല്ലുപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ വേപ്പിനരി ഇടാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. വലിയ ബ്രാലാണ്. അതെ, വലിയ ബ്രാൽ. എത്ര വലിയ ബ്രാലിനെ കിട്ടിയിട്ടില്ല കേട്ടോ. അതേതാണ്. ചാറ് കുറച്ചും കൂടി വെള്ളം ചേർക്കണ്ടേ. കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ കഷ്ണത്തിന് മീൻ നിൽക്കില്ല, കഷ്ണം വേവില്ല. ഈ ചട്ടി ശരിക്കും പോരാട്ടോ. അതിന് വലിപ്പമുള്ള ചട്ടി വേണം അല്ലേ? വെള്ളം തിങ്ങും തോന്നുന്നുണ്ട്. നമുക്കത് ചീഞ്ചിട്ടിരിക്കും. മാറ്റിയാലോ? മാറ്റാം. അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ മീനൊക്കെ അടിപൊളി തിളച്ച് സെറ്റായിരിക്കുന്നു കേട്ടാ. പൊന്തി വരുന്നുണ്ടാ. കാണിക്കാട്ടാ. അതേ നമ്മുടെ മീനൊക്കെ വെന്ത് സെറ്റായി. നമുക്കൊന്ന് 1ാം പാൽ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടാ.
കഴിക്കാട്ടാ ടീ ഓഫ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വെള്ളം കഴിക്കാം. സെറ്റായി. നമ്മളിവിടെ നെയ്വാട്ടാണ്ടിരിക്കാണ് കേട്ടോ. അയ്യോ പൊട്ടി ചേർക്കുന്നു അമ്മ. മറിച്ചിടാം. മീൻകറി ഇവിടെ സെറ്റായിട്ടാ. ഇനി വിളമ്പ വേണ്ടോ അല്ലേ? നമുക്ക് ഫുഡ് കഴിക്കാണ്. കറി വരാല് വറുത്തത്, വിയറ്റ്നാം ബ്രാല്. പാമ്പ് കടിക്കാണെങ്കിൽ പോയിട്ട് പിടിക്കാൻ പോയിട്ട് മാട്ടയെ പോയിട്ട് പിടിച്ചു. പിടിക്കണം. ഈ മീൻ കഴിച്ചോണ്ട് നമുക്ക് കടൽ മീൻ കഴിക്കുമ്പോ ഒരു ഇത് കഴിച്ച് കടലിൽ കുഴപ്പമില്ല. വരുമ്പോ ഒരു ആഴ്ച 2 ആഴ്ച ആയിട്ട് വരാം. പിന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കഴിച്ചിട്ട് ആ ഒരു ഇത് തോന്നിക്കില്ല. അടിപൊളി പരിപാടിയായിരുന്നു. ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൊട്ടിക്കുകയും ചെയ്യാം. പുതിയ വീഡിയോയിൽ പുതിയ ഐറ്റമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ 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 ബൈ. ബൈ ബൈ.